ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുകയാണോ? അപ്പം നീ എന്താ വരയ്ക്കേണ്ടതെന്ന് ഡൗട്ടായിട്ടിരിക്കുന്നവർക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എൻ്റെ കൂടെ വരയ്ക്കാം. സോ ഇന്ന് ഞാനൊരു ട്രീ ആണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. വെറും ഒരു ട്രീ അല്ല, ഈ ഓട്ടം സീസൺ ആകുമ്പോൾ ഉള്ള ട്രീ ഇല്ലേ അത്. ബിക്കോസ് ഇവിടെ ഇപ്പം ഹരിതാവയും പച്ചപ്പും ഒന്നുമില്ല ഗൈസ്, ഒള്ളി മഞ്ഞപ്പ് മാത്രം. ബിക്കോസ് ലീവ്സ് ആർ ഒഫീഷ്യലി ഫാളിങ് ഫ്രം ദി ട്രീ. സോ ഇതിന് നാല് കളേഴ്സ് മാത്രം മതി കേട്ടോ. അത് ഞാനിപ്പോൾ സ്വാപ്പ് ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ. അതിൻ്റെ കളേഴ്സ് പ്രത്യേകിച്ച് നെയിമൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. സോ അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കളേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്താൽ മതി. ഈ ഒരു ഏകദേശം ഷെയ്ഡൊക്കെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുത്താലും മതി. ഫസ്റ്റ് ഞാൻ യെല്ലോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിക്കോസ് ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് യെല്ലോ കൊടുക്കുന്നത്. കാരണം ലൈറ്റിൻ്റെ സോഴ്സ് അവിടെ നിന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. സോ ആ ഭാഗം കുറച്ച് ലൈറ്റായിട്ടിരിക്കുമല്ലോ. സോ അവിടെ ഞാൻ ഈ യെല്ലോ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ യെല്ലോ ആക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ട്രീൻ്റെ ഷേപ്പ് എനിക്ക് എങ്ങനെയാണോ വേണ്ടത് അത് ഡിഫൈൻ ചെയ്യാൻ നോക്കണ്ട കേട്ടോ. ഞാനൊരു ബുഷി പോലത്തെ ട്രീ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു രീതിക്ക് ഞാൻ ഏകദേശം ഒരു ഔട്ട്ലൈൻ പോലെയൊക്കെ ഒരു ഐഡിയ കൊടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓറഞ്ച് വെച്ചിട്ട് പെയിൻറ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് തോന്നിക്കുമല്ലോ. ആദ്യം കുറച്ച് ഭാഗം ലൈറ്റും പിന്നെ കുറച്ചിങ്ങനെ ഡെപ്ത് കൂടി വരുമല്ലോ ഷാഡോസ് വന്നതിൻ്റെ അനുസരിച്ച്. സോ അങ്ങനെ ഓറഞ്ച് കളറ് ആക്കി കൊടുക്കുന്നുണ്ട്. സോ കുറച്ച് നല്ല വോളിയം തോന്നും, ഡെപ്തും തോന്നും. പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് വൈറ്റ് സ്പേസസ് ഇടയ്ക്ക് ലീവ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറേ സ്പേസസ് ലീവ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ കുറച്ച് സ്ഥലങ്ങളിൽ പെയിൻറ് ചെയ്യാണ്ട് ഇതുപോലെ വൈറ്റ് ആയിട്ട് തന്നെ ലീവ് ചെയ്യണേ. ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചുമ്മാ ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഫൈനൽ പാർട്ടായിട്ട് ഞാൻ നമ്മുടെ ബ്രൗണിഷ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ഷാഡോ എഫക്റ്റ് ഒന്നുകൂടെ അങ്ങ് കൂടുമല്ലോ, കുറച്ചുകൂടെ തിക്കൻഡായിട്ട് തോന്നത്തില്ലേ. സോ അതും ഇതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വൈറ്റ് സ്പേസ് ഒരുപാട് ഫില്ലാക്കല്ലേ കേട്ടോ. എന്നാലാണ് നമുക്ക് ഇനിയും അത് വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഈ ട്രീൻ്റെ ട്രങ്ക് വരയ്ക്കാം. അതിന് ഞാൻ ഏറ്റവും ഏറ്റവും ഡാർക്കായിട്ടുള്ള ബ്രൗൺ ഇല്ല അതാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ബ്രാഞ്ചസ് വരച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വെറുതെ വരച്ച് കൊടുക്കണുള്ളൂ. പക്ഷേ എന്നാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഒരു പ്രത്യേക വാട്ടർ കളർ ഈ എഫക്റ്റ് എന്നൊക്കെ പറയത്തില്ല, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ബ്രൗൺ ആണ് ഞാൻ ട്രങ്കിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ട്രീൻ്റെ ബേസിൽ ഞാൻ കളറ് പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ ആ ബ്രൗൺ കളർ ഏകദേശം വെറ്റ് തന്നെയാണല്ലോ. സോ ഞാൻ ബ്രഷ് ഒന്ന് കഴുകിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കണുള്ളൂ. സോ അത് ഓട്ടോമാറ്റിക്കലി ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും, ഒരു നാച്ചുറൽ എഫക്റ്റ് ഒക്കെ തോന്നത്തില്ലേ. സോ അതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ഗ്രാസിൻ്റെ പോർഷനൊക്കെ. പിന്നെ ഞാൻ ആ ട്രങ്ക് വരച്ചില്ലേ, ആ ഡീപ്പായിട്ടുള്ള ബ്രൗൺ കളറ് അത് തന്നെ യൂസ് ചെയ്തിട്ട് ബ്രാഞ്ചസ് വരയ്ക്കുകയാണ്. പിന്നെ ഇത് ഓൾറെഡി വെറ്റായതുകൊണ്ട് തന്നെ കുറച്ച് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങും. മീൻസ് നമ്മൾ ഓൾറെഡി പെയിൻറ് ചെയ്തേക്കണോടത്തേക്ക്. പക്ഷേ നിങ്ങളിത് ഡ്രൈ ആവാൻ നോക്കി നിൽക്കണ്ട, ഇതിൽ തന്നെ ചെയ്തോ. സോ അപ്പോൾ ഒരു ഷാഡോ എഫക്റ്റ് പോലെ കുറച്ച് ഡെൻസായിട്ട് തോന്നിക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് വെറ്റായിരിക്കുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു ഇംപ്രഷൻ പോലെ വരും. നമ്മളിത് ഒലിച്ചിറങ്ങും ആ ബ്രൗണിലേക്കും
ഓറഞ്ചിലിട്ടും ഒക്കെ. സോ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ എഫക്റ്റ് ഒക്കെ വരും. അപ്പോൾ നമ്മുടെ ട്രീ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ പേജ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തെ പേജിലും ഒരു ട്രീ വരച്ചത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.